ഗൈസ്, ഞങ്ങൾ മർക്കത്തോണിൽ വന്നിട്ടേക്കാണ്. അപ്പോൾ മർക്കത്തോണിയിൽ എന്തൊക്കെയാണ് നമ്മൾ വാങ്ങാൻ പോണേന്ന് നോക്കാം. മർക്കത്തോണിൽ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മർക്കത്തോണിയുടെ പേര് എഴുതിയേക്കുന്ന ഒരു ഉന്തുവണ്ടിയാണ്. ഉന്തുവണ്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അവിടെ തന്നെയായിട്ട് നമ്മൾ പിസ്സാസ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് റെഡി ടു ഈറ്റ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് റെഡി ടു ഈറ്റ് ആണ്. നമുക്ക് ഇത് ഇപ്പം തന്നെ മേടിച്ച് ചൂടാക്കി കഴിക്കാവുന്ന ചൂടാക്കി കഴിക്കാനുള്ള പുറത്തുള്ള ഓവൻ പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. അതെ, പുറത്ത് തന്നെ ഇരുന്ന് കഴിക്കാം. നമ്മളിവിടെ മാത്രമേ ഉള്ളൂ ഈ സർവീസ്. മർക്കത്തോണിക്ക് മാത്രമേ ഉള്ളൂ ഈ സർവീസ്. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ വലിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നില്ല. ചെറിയൊരു ഷോപ്പിംഗ് ആണ്. നമുക്ക് അപ്പോഴത്തേക്ക് കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ടാണ്. ബിക്കോസ് നാളെ നമുക്ക് നമ്മുടെ വർക്ക് പ്ലേസിലേക്ക് നമുക്ക് പോകണം. പിന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും. ഇവിടെ ഹമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിയുടെ വലിയ കാലാണ് ഇവിടെ വെട്ടി വെച്ചേക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടുത്തെ സ്പെയിനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. ഇതങ്ങനെ കുറെ മണിക്കൂർ 40 വർഷം പഴക്കമുള്ള പന്നിയാണ്. ഇത് വെയിലത്തിട്ട് ചുട്ടെടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ടേസ്റ്റ് ചുട്ടെടുത്തിട്ടില്ല, ഉണക്കി പലതിനും പല വർഷങ്ങളുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ളതിന് 350-400 യൂറോൻ്റെ ഇടയ്ക്ക് ഇതുണ്ട്. ഗൈസ്, നമ്മൾ ഈ സംഭവമാണ് കേട്ടോ. ഇതവർ മുറിച്ച് നമുക്ക് തരും. അതെ, അത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് തരും. പിന്നെ ഇവിടെ ബർഗറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതായത് പശുവിനെയും പന്നീനെയും കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ ബർഗർ. മീറ്റ്, കോഴിയുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ. 3.70 ബർഗറിന്റെ 6 കഷ്ണം എടുത്തോ. കാഷ്യൂ പിസ്താച്ചു ആണ് അച്ഛനെടുത്തത്. സന്തോഷമായോ? നമുക്ക് ഇവിടുത്തെ നാട്ടിലെ മിച്ചർ എന്നൊക്കെ പറയുന്ന ഐറ്റംസാണ്. യെസ്, പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. എത്തിയിരിക്കുന്നു പൊന്നാരിയുടെ ഫേവറേറ്റ് സ്ഥലത്ത്. പൊന്നാരി പാപ്പം തരാൻ പോവാണ്. പാപ്പന്തീനി പൊന്നാരി വന്നിട്ടുണ്ട്. എല്ലാവരും വഴിമാറിക്കോ. പാപ്പന്തീനി പൊന്നാരി വന്നിട്ടുണ്ട്. എല്ലാവരും വഴിമാറിക്കോ. മാറിക്കോ കവറേ വാരിയിട്ട് 2-3 പ്രാവശ്യം ഒന്നും വരാൻ പറ്റില്ല കേട്ടോ. മൊത്തത്തിൽ ഒരുമിച്ച് വാരിയിട്ട്. നമ്മൾ മെർക്കദോണയിലെ എന്താ പറയുക, സ്നാക്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്താണ്, പാനൊക്കെ വെക്കുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടുകഴിഞ്ഞാൽ നമുക്കിവിടെ ഐ എം സോ എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാനിൻ്റെ വെറൈറ്റി ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിന് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നൊരു ബോൾസ എടുക്കും. ബോൾസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവറാണ്. കവർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കയ്യിലിടാനായിട്ടുള്ള ഗ്ലൗസും ഉണ്ട്. ഈ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ വെക്കാനായിട്ട്. പല വലുപ്പത്തുള്ള കവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെയുള്ള പാനുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഓരോ പാനും. എല്ലാത്തിനും പല ടേസ്റ്റുകളാണ്. അതിൻ്റെ വില ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ വില, ഓരോന്നിൻ്റെ പേരുകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണെങ്കിൽ വലിയ ടേസ്റ്റുള്ള പാനല്ല കേട്ടോ. ഇതിൽ ഏറ്റവും ടേസ്റ്റ് കുറഞ്ഞ പാനുകളാണിത്. ടേസ്റ്റ് ഇല്ല കേട്ടോ, സീരിയസ്ലി ടേസ്റ്റ് ഇല്ല. ഓക്കെ, കിച്ചണത് തിന്ന് നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നപ്പോളിത്താന മിക്സ്ത എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇതിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ഓരോരോ പാൻ, ക്രോയിസൻ്റ് അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാട്ടോ. ഇത് ചൂടാക്കി കഴിഞ്ഞ് തിന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഓഫ് വാവ്, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എനിക്ക് വേറൊരു സംഭവം കൂടി ഇഷ്ടമാണ്. ഉള്ളിൽ വേറൊരു സംഭവം ഉള്ളത്, അതായത് മിക്സ്ഡ് ആപ്പിളിൻ്റെ ഒരു സംഭവമാണ്. അതിവിടെ ഇല്ല. കിച്ചനോറിനോട് ഗൈസ് 3 ഇട്ടു. 4ാമത്തെ ഇടാൻ പോവാണ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ
എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം എടുത്തിട്ടുണ്ട്. ഇതാ വന്നാരി കേക്കിന്റെ പാത്രത്തിൽ തലയിട്ടേക്കാണ്. ഇനി ഇവിടുന്ന് പിന്നെ ആന കുത്തിയാലും പോകൂല കേട്ടാ. ഇനി ഇവിടുന്ന് പിടിച്ച് വലിക്കണം. നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇവിടുന്ന് പിടിച്ച് വലിച്ചാലും പോലും വരില്ല. എല്ലാം നോക്കി വെള്ളം ഇറക്കും. പക്ഷെ കഴിക്കൂല. എല്ലാം നോക്കി വെള്ളം ഇറക്കും. അതിനെന്തായാലോ വാങ്ങിക്കുമല്ലോ. പക്ഷെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നേണ്ടി വരുമല്ലോ. അത് ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ടല്ലോ അത്. അത് മറ്റേ കാട്ടിലെ കാട്ടിലെ ബെറി. ഇത് 9 രൂപ 50 പൈസ റെഡ് വെൽവെറ്റിന്റെ. നമ്മൾ 15 യൂറോയ്ക്ക് റെഡ് വെൽവെറ്റ് മേടിച്ചത് സാന്തോമേന്ന് മേടിച്ചത്. അത് ഇത്ര ഉള്ളത് കുഞ്ഞു കപ്പ് കേക്കിന്റെ. ശരിയാ. പക്ഷെ ഇത് ഒരെണ്ണത്തിന് 9 യൂറോ, മറ്റൊന്ന് 15 യൂറോ. ഇത് നമ്മൾ ഒന്ന് 4 മുറിക്കാം. ഒരു ദിവസം ഒരെണ്ണം വെച്ച് തിന്നാം. നമുക്ക് 2 വട്ടം തിന്നാം. അങ്ങനെ ബർഗർ നോക്കി ഉറപ്പിച്ചാ. ഓക്കെ എന്നിട്ടോ പോവാം. മതിയില്ലേ? ഗൈസ് ഞങ്ങൾ ആകെ മേടിച്ചത് പാന്, പിന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു മിക്സർ പോലത്തെ ഒരു സംഭവം, പിന്നെ ബർഗർ, ദിസ് വൺ. യെസ് ദസ്ത. ഇഷ്ടപ്പെട്ട മുന്തിരി പഴം എടുക്കാൻ പോവാണ്. ഇവിടെ 2 തരത്തിലുള്ള പഴമുണ്ട്. ഒന്ന് കനാരിയെന്ന് കൊണ്ടുവന്ന പഴം, ഒന്ന് ബനാന എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്പാനിഷിലും ബനാന എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ 1.52 കനാരിയപ്പഴം പഴംപൊരി ഉണ്ടാക്കാനായിട്ടൊക്കെ സൂപ്പറാണ്. പക്ഷെ എനിക്ക് അത്യാവശ്യം പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പഴം കഴിക്കാമെന്ന് വിചാരിച്ചു. യെസ്, അങ്ങനെ ചകുഞ്ഞി 1.52 ബനാന എടുത്തു. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലക്കുറവ് ഇവിടെയാണുള്ളത് ബനാന. പാവങ്ങളുടെ കടയാണ്, അതുകൊണ്ട് നമുക്ക് പാവങ്ങളായാലും നമുക്ക് അതെ. ഇനി എനിക്കുള്ള ഹുഗോ എടുക്കാൻ പോകണം. ഹുഗോ എന്ന് വെച്ചാൽ ജ്യൂസ് എന്നാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ജ്യൂസ് എന്ന് പറയാനായിട്ട് പൈനാപ്പിൾ, മാംഗോ. എനിക്ക് റിയലായിട്ടുള്ള മാംഗോ ടേസ്റ്റുള്ള ജ്യൂസ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് ഇവിടെ ഒരു മാംഗോ ജ്യൂസ് ഉണ്ട് കേട്ടോ. സിന്ന അസുഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര ഇടാത്ത മാംഗോ ആണ്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ്, സിന്ന അസുഗാറാണോ? അതെ, 42% ആണ് മാംഗോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെയോ കേടാവാണ്ടിരിക്കാനായിട്ടുള്ള സംഭവമായിരിക്കും. പീഞ്ഞയുടെ പൈനാപ്പിളിൻ്റെ ആണോ? പീഞ്ഞ അതിന് പീഞ്ഞ മാത്രമായിട്ട് കിട്ടുമോ? ഓ മാധുരിയ ഗൈസ്, ഇവിടെ നമ്മുടെ പേരയ്ക്ക, നാട്ടിൽ പേരയ്ക്ക. ഇവിടെയുള്ള സ്പാനിഷുകാരോട് ഞാൻ എത്ര തവണ പറഞ്ഞു എന്നറിയാമോ നാട്ടിൽ പേരയ്ക്ക ഉണ്ടെന്ന്. അപ്പോൾ ഒരു പേരാന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് മറ്റേതോ ഒരു സംഭവമാണ്. പക്ഷെ ശരിക്കുള്ള പേരയ്ക്ക ഇതാണ്. ഇതവരോട് പറഞ്ഞു മനസ്സിലാവില്ല. പക്ഷെ അത് ഇവിടെ ഇതിനെ ഗുവായാഗ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, ഇതൊരു ദിവസം മേടിച്ചിട്ട് സ്പാനിഷുകാരെ കാണിച്ചു കൊടുക്കണം. ഇതാണ് ഞങ്ങൾ തിന്നുന്ന പേരയ്ക്ക എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. ഒരു ബ്യൂട്ടിഫുൾ റിവെഞ്ച് ആയിരിക്കും. ഈ ജ്യൂസുകളിലൊക്കെ നടന്നിട്ട് എനിക്ക് പൈനാപ്പിൾ ഇഷ്ടപ്പെട്ടു. ഈ ഫ്രൂട്ട്സ് മിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ തിരഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ മാംഗോ കൺഫേം ആക്കി ഗൈസ്. നമ്മളെല്ലാം അത്യാവശ്യം എടുത്ത് കഴിഞ്ഞു. ഈ കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോകാറായി. സാധനങ്ങളൊക്കെ ഈ ചായൻ കൗണ്ടറിലേക്ക് എടുത്ത് വെക്കുകയാണ്. യെസ്, നമുക്കധികം സാധനങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഇത്ര സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. ഇത് കൗണ്ടറിലേക്ക് എടുത്ത് വെക്കുകയാണ്. എത്ര രൂപയാവുമെന്ന് നമുക്ക് നോക്കാം അല്ലേ? കാർഡടിച്ച് പണ്ടാറട 25 യൂറോ 28 പൈസയൊക്കെ. നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒരു സംഭവം മേടിച്ചായിരുന്നു. അപ്പോൾ ചൂടാക്കാനായിട്ട് ഇച്ചിൻ്റെ കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാണിച്ചു തരാം. ഇവിടെ മൈക്രോവേവിൽ ചൂടാക്കുകയാണ്. 1 മിനിറ്റ് എങ്ങാണ്ടാണ് വെച്ചേക്കുന്നത്. നല്ല ചൂടായിട്ട് മാറും കേട്ടോ. പിന്നെ ഇവിടെ വെച്ചേക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇത് സ്പൂണ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇത് ഇവിടെ വരുന്ന നമുക്ക് ഈ സ്പെയിനൊക്കെ ചുറ്റി കാണാവുന്ന ട്രാവലേഴ്സിന് അല്ലെങ്കിൽ മൈഗ്രേറ്റ്സ് ആയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ പ്രയോജനപ്പെടും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായി സന്തോഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്.
നമുക്ക് ടിഷ്യൂ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടി. ചോക്ലേറ്റ് ചൂടൻ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? നല്ല ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.